സുഭാഷിതം. ഭാരതത്തിൻ്റെ മഹാനായ സാമൂഹ്യ പരിഷ്കർത്താവും ദാർശനികനുമായ ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ ജയന്തി ഒരു വ്യക്തിയുടെ ജന്മദിനം മാത്രമല്ല, മറിച്ച് അത് സമത്വദർശനത്തിൻ്റെ, മനുഷ്യാവകാശ ചിന്തയുടെ, സാമൂഹ്യനീതിയുടെ പുനർജനിയുടെ ദിനമാണ്. അംബേദ്കർ ഒരു സാധാരണ വ്യക്തിയായിരുന്നില്ല. അദ്ദേഹം ഒരു ദാർശനികനും നിയമജ്ഞനും സാമ്പത്തിക ശാസ്ത്രജ്ഞനും സാമൂഹ്യ വിപ്ലവകാരിയുമായിരുന്നു. സമൂഹത്തിലെ അസമത്വങ്ങൾക്കെതിരെ ശക്തമായി നിലകൊള്ളുകയും അതിനെ മാറ്റാൻ വിദ്യാഭ്യാസം, സംഘടന, സമരം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. എഡ്യൂക്കേറ്റ്, അജിറ്റേറ്റ്, ഓർഗനൈസ് എന്ന അദ്ദേഹത്തിൻ്റെ ആഹ്വാനം ഇന്നും പ്രസക്തമാണ്. അംബേദ്കറുടെ സാമൂഹ്യ ദാർശനികതയുടെ കേന്ദ്രബിന്ദു സമത്വവും മാനവ മഹത്വവുമായിരുന്നു. ജാതിവ്യവസ്ഥയെ അദ്ദേഹം ശക്തമായി വിമർശിച്ചു. മനുഷ്യരെ ഉയർന്നതും താഴ്ന്നതുമായ വിഭാഗങ്ങളായി വിഭജിക്കുന്നത് മനുഷ്യാവകാശങ്ങളുടെ നിഷേധമാണ്. ജാതി വ്യവസ്ഥ ഇല്ലാതാക്കാതെ യഥാർത്ഥ ജനാധിപത്യം സ്ഥാപിക്കാനാകില്ലെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ജനാധിപത്യം ഒരു രാഷ്ട്രീയ വ്യവസ്ഥ മാത്രമല്ല, അത് ഒരു ജീവിതശൈലിയാണ്. മനുഷ്യർ തമ്മിലുള്ള സഹോദരത്വം, സമത്വം, സ്വാതന്ത്ര്യം എന്നിവയുടെ സംയോജനമാണ് ജനാധിപത്യം. അതുകൊണ്ടുതന്നെ ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുത്തുമ്പോൾ അദ്ദേഹം ഈ മൂല്യങ്ങളെ അതിൻ്റെ അടിസ്ഥാന ഘടകമാക്കി. വിദ്യ എല്ലാവർക്കും ഓതിയിടേണം. നവോത്ഥാന നായകർ എല്ലാവരും ഊന്നിപ്പറഞ്ഞ ഈ വിദ്യാഭ്യാസ ചിന്തയെ അദ്ദേഹം ചടുലമാക്കി. അടിച്ചമർത്തപ്പെട്ട സമൂഹങ്ങൾക്കുള്ള വിമോചനമാർഗം മറ്റൊന്നല്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അറിവ് മനുഷ്യനെ ശക്തനാക്കുകയും അവനെ ചിന്തിക്കാൻ പ്രാപ്തനാക്കുകയും സ്വാഭാവികമായും അവനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. സാമൂഹ്യനീതി അംബേദ്കറുടെ ചിന്തകളുടെ ഹൃദയത്തുടിപ്പായിരുന്നു. സ്ത്രീകൾക്കും ദളിതർക്കും മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്കും സമാന അവകാശങ്ങൾ ലഭിക്കണമെന്ന് അദ്ദേഹം ഉറക്കെ ആവശ്യപ്പെട്ടു. അംബേദ്കറുടെ ദാർശനികതയിൽ ബുദ്ധമതത്തിൻ്റെ സ്വാധീനം ഏറെ വ്യക്തമാണ്. ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചത് ഒരു മതപരമായ തീരുമാനം എന്ന നിലയിൽ മാത്രമല്ല, അത് ഒരു വലിയ സാമൂഹ്യ ദാർശനിക പ്രഖ്യാപനവും കൂടിയായിരുന്നു. സമത്വം, കരുണ, വിവേകം എന്നീ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന പ്രബുദ്ധമായ ഒരു സമൂഹത്തെയാണ് അദ്ദേഹം അതിലൂടെ സ്വപ്നം കണ്ടത്. ഇന്നത്തെ സമൂഹത്തിൽ അംബേദ്കറുടെ ചിന്തകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. സാങ്കേതിക പുരോഗതിയും സാമ്പത്തിക വളർച്ചയും ഉണ്ടായിട്ടും സമൂഹത്തിൽ അസമത്വങ്ങളും വിവേചനങ്ങളും നിലനിൽക്കുന്നു. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ അംബേദ്കറുടെ ചിന്തകൾ നമ്മെ കൂടുതൽ ജാഗ്രതയോടെ ശാക്തീകരിക്കുന്നു. സാമൂഹ്യനീതിയും സമത്വവും ഉറപ്പാക്കാൻ ഓരോരുത്തരും ഉത്തരവാദിത്വത്തോടെ പോരാടണമെന്ന് അംബേദ്കർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മാറ്റം നമ്മിൽ നിന്ന് തന്നെ ആരംഭിക്കണം. സമൂഹത്തെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നാം തന്നെ നമ്മുടെ ചിന്തകളിലും പ്രവൃത്തികളിലും മാറ്റം വരുത്തണം. പരസ്പരം ബഹുമാനിക്കുകയും മനുഷ്യാവകാശങ്ങളെ മാനിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. അംബേദ്കറുടെ ജീവിതം നമ്മെ പ്രചോദിപ്പിക്കുന്ന ഒരു പാഠപുസ്തകമാണ്. കഠിനമായ ജാത്യന്ധമായ സാഹചര്യങ്ങളിൽ നിന്നുയർന്ന് അറിവ് പൊരുതി നേടി അത് സമൂഹത്തിനായി വിനിയോഗിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മിൽ അഭിമാനബോധവും മനുഷ്യൻ എന്ന നിലയിൽ തല ഉയർത്തി അന്തസ്സോടെ നടക്കാനുള്ള ആർജവവും ജ്വലിപ്പിക്കുന്നു. അത് നമ്മെ സ്വപ്നം കാണാനും അതിനായി പരിശ്രമിക്കാനും പ്രേരിപ്പിക്കുന്നു. ജാതീയമായ സ്വത്വവാദമല്ല, വിശ്വമാനവികതയാണ് അംബേദ്കർ ദർശനം. ജാതി, മതം, ലിംഗം എന്നിവയുടെ പേരിൽ നടക്കുന്ന എല്ലാ വിവേചനങ്ങൾക്കുമെതിരെ സമത്വവും നീതിയും നിറഞ്ഞ ഒരു സമൂഹം നിർമ്മിക്കാൻ, ഒരുമിച്ച് പ്രവർത്തിക്കാൻ
അംബേദ്കർ ജയന്തി നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. സുഭാഷിതം. അവതരിപ്പിച്ചത് ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്.